കൃഷ്ണ. ഭക്ത മനസ്സുകളിൽ ഭക്തിയുടെ അമൃതവർഷം ചൊരിഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ ഇന്ന് കാളിയ മർദ്ദന ഭാവത്തിൽ അലങ്കൃതനായിരുന്നു. കാളിന്തിയിലെ വിഷസർപ്പമായ കാളിയൻ്റെ പത്തിയിൽ നൃത്തം ചെയ്യുന്ന ആ കൊച്ചു കണ്ണൻ്റെ രൂപം ഏതൊരു ഭക്തനെയും ആനന്ദ ലഹരിയിലാഴ്ത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. വളരെ ചെറിയൊരു ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇന്ന് ഭഗവാനെ ഒരുക്കിയിട്ടുള്ളത്. അധികം തടിയൊന്നുമില്ലാതെ ഉള്ള ഒരു ചെറിയ ഉണ്ണിക്കണ്ണൻ. കാളിയനാവട്ടെ ഒരു തലയുള്ള കാളിയനായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. ഒരു തലയുള്ള കാളിയൻ, അതും ഒരു ചെറിയ കാളിയൻ തന്നെയാണ്. അതിൻ്റെ തലയുടെ മുകളിലായിട്ട് പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത്. ആ പാമ്പിൻ്റെ പത്തിയുടെ മുകളിൽ ചുവട് വെച്ച് നിൽക്കുന്ന കണ്ണൻ്റെ ആ മനോഹരമായ കുഞ്ഞു രൂപത്തിന് ഒരു വല്ലാത്ത വശ്യതയായിരുന്നു. അരയിൽ പട്ടുകോണകവും അതിനു മുകളിലായിട്ട് കിലുങ്ങുന്ന പൊൻകിങ്ങിനിയും ഉണ്ട്. തൃപ്പാദങ്ങളിൽ പൊൻതളകൾ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. കഴുത്തിൽ വളയത്തോടു കൂടിയ ഒരു സ്വർണ്ണമാലയും നെറ്റിയിൽ ഗോപി തിലകവും ഉണ്ട്. കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. ഭഗവാന്റെ ഇടത് കൈ കൊണ്ട് കാളിയൻ്റെ വാലിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. വലത് കൈയിൽ വെണ്ണയാണ് ഉള്ളത്. വെണ്ണ എന്ന് വെച്ചാൽ വെണ്ണയുള്ള പാത്രം, ഉറി. വെണ്ണ ഉള്ള ഉറിയായിട്ടാണ് കണ്ണൻ നിൽക്കുന്നത്. തിരുമുടിയിൽ വെളുത്ത പൂക്കളും തെച്ചിയും തുളസിയും മഞ്ഞ തെച്ചിയും ഒക്കെ കൂടി ഇടകലർത്തിയിട്ട് മനോഹരമായിട്ടുള്ള തിരുമുടിമാലകളുണ്ട്. കഴുത്തിലാവട്ടെ നന്ദ്യാർ വട്ടപ്പൂക്കളും തുളസിയും തെച്ചിയും ചേർന്ന് വിശേഷമായിട്ടൊരു ഉണ്ടമാലയാണ് ചാർത്തിയിട്ടുള്ളത്. ശ്രീകോവിലിനുള്ളിലാണെങ്കിൽ വിധാനായിട്ട് താമരയും തുളസിയും കൊണ്ടുള്ള പൂമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഈ അലങ്കാരത്തിന് അഹങ്കാരത്തിൻ്റെ ശമനം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാളിയൻ എന്നത് മനുഷ്യൻ്റെ ഉള്ളിലെ വിഷലിപ്തമായ അഹങ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത്. ഭഗവാൻ കാളിയൻ്റെ പത്തിയിൽ നൃത്തം ചവിട്ടി നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ അടിച്ചമർത്തി നമ്മളെ ശുദ്ധീകരിക്കാനാണ് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഭഗവാൻ പാമ്പിൻ്റെ വാലിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് സംസാര സാഗരത്തിൽ നിന്ന് നമ്മെ കൈപിടിച്ചുയർത്തണു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് പറയാം. ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്ന ഭക്തന് സംസാര വിഷം ബാധിക്കുകയില്ല. ലൗകിക പ്രശ്നങ്ങളാകുന്ന വിഷപ്പാമ്പുകൾക്ക് മുകളിലും ആനന്ദത്തോടെ നൃത്തം ചെയ്യാൻ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കും. ഭക്തിയുള്ള ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴും നൃത്തം ചെയ്യുന്നതാണ്. മന്ദഹാസം തൂകുന്ന ആ തിരുമുഖം, കാളിയൻ്റെ പത്തിയിൽ അമരുന്ന ആ തൃപ്പാദങ്ങൾ എല്ലാം എല്ലാ ഭക്തർക്കും ആശ്വാസമായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നാരായണ മന്ത്രങ്ങൾ ജപിച്ച് ആ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാം. അപ്പം തന്നെ നമ്മുടെ എല്ലാ ദുരിതങ്ങളും അത് നീക്കി തരും എന്നുള്ളത് ഉറപ്പാണ്. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.